എമ്പുരാനാണ് ഇന്ന് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം മേജർ രവി രംഗത്തെത്തി എമ്പുരാന്റെ മൊത്തം സീൻസും മോഹൻലാൽ കണ്ടിട്ടില്ല എന്നും സിനിമ മുഴുവൻ കാണാതെ സ്വന്തം ഭാഗങ്ങൾ മാത്രമേ മോഹൻലാൽ കണ്ടിട്ടുണ്ടാകൂ എന്നും പറഞ്ഞ് വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കും, മാപ്പ് പറയും എന്ന് തന്നെയാണ് മേജർ രവി വ്യക്തമാക്കിയത്. ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ രംഗത്തെത്തിയിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു വീഡിയോ ഇതിനിടെ വൈറലായി മാറിയിരുന്നു. സിനിമ കണ്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് വരുന്ന ലാലേട്ടന്റെ വീഡിയോ ആയിരുന്നു അത്. എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇത്രയും ദേഷ്യത്തോടെ ആരാധകരുടെ മുന്നിലേക്ക് വരുന്നത്? ആരാധകരുടെ കൂട്ടം കണ്ടപ്പോൾ ലാലേട്ടന് ദേഷ്യം വന്നതാണോ? തുടങ്ങിയ ചർച്ചകളൊക്കെ സിനിമയുടെ റിലീസ് ദിവസം പുറത്തു വന്നിരുന്നു. എന്നാൽ സിനിമ കണ്ടപ്പോൾ താൻ അറിയാത്ത ചില ഭാഗങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞ ലാലേട്ടന്റെ ദേഷ്യമാണ് പുറത്തേക്ക് വന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു അത്. ചിത്രത്തിൽ നിന്ന് ചില പ്രസക്ത വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ രംഗത്തെത്തി. അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് മോഹൻലാൽ പറയുന്നത്. ലാലേട്ടന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ തന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ലാലേട്ടൻ കുറിച്ചത്. ഇതിനു മുൻപ് പൃഥ്വിരാജ് ഒരു പ്രോജക്റ്റ് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കും എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രയും വിശ്വസിച്ച് ലാലേട്ടൻ പൃഥ്വിരാജിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ പൃഥ്വിരാജ് തിരിച്ചു കൊടുത്തിരിക്കുന്നത് ചതിയാണ്.